ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പ കൊണ്ടൊരു പുട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നതിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതാ കപ്പ നന്നായിട്ട് അരിഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ. കഴുകിയിട്ട് ഉണക്കിയതാണ്. പച്ചക്കന്നാട്ടോ ഉണക്കിയെടുത്തത്, നമ്മൾ വേവിച്ചിട്ടൊന്നുമല്ല, അങ്ങനെ പച്ചക്കന്നെ നമ്മൾ ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മളിതിനെ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. മിക്സിയിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് നമ്മുടെ കപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളിതാ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. കരികളൊക്കെ ഉണ്ട്, പിന്നെ വീണ്ടും ഒന്നും കൂടി പൊടിച്ചാൽ മതി. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ പീസായിട്ട് കട്ടകളുണ്ട് കേട്ടോ. കുറച്ചായിട്ടാണ് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും കൂടി ബാലൻസ് ഉണ്ടാവില്ലേ, വലിയ തരികളുണ്ടാവില്ലേ, അതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ലാസ്റ്റ് ഒന്നും കൂടെ പൊടിച്ചിട്ട് തരിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുകയാണ്. അപ്പോൾ കപ്പ പൊടിച്ചത് നമ്മൾ തരിച്ചെടുത്തതിന് ശേഷം കുറച്ച് തരികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടെ തരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പൊടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ആവശ്യമുള്ളത് നമ്മളിതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് സാധാ പുട്ടുണ്ടാക്കും പോലെ പുട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിന് ആവശ്യമുള്ളത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇത്രയും പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിനോണ്ട് ഒരു 6 കഷ്ണം പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ സാധാ പുട്ടുണ്ടാക്കുമ്പോൾ തന്നെ ഉപ്പും പച്ചവെള്ളം ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഇതിൽ നനച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നനച്ച് കൊടുക്കുകയാണ്. നനച്ച് കൊടുത്തിട്ട് വലിയ കട്ടകളായി കിടക്കുന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പിടിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് ശരിയായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ നനച്ചിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇവിടെ കാണിച്ച പോലെ അങ്ങനെയാണ് കേട്ടോ നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടത്. കുറേ നേരിട്ട് അടിക്കാൻ നിൽക്കരുത്, 2-3 വട്ടം ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മളിതാ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും കൂടി എടുത്തതിന് ശേഷം നമ്മൾ സാധാ പുട്ടുണ്ടാക്കും പോലെ പുട്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സാധാ പുട്ട് പോലെ അല്ല, വേറൊരു ടേസ്റ്റുമാണ്, വേറൊരു കാണാനൊരു ലുക്കാണ് കേട്ടോ. നമ്മൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ മുറിച്ച് നോക്കിയാൽ പൊടിയായിട്ട് കിട്ടില്ല കേട്ടോ. ഒരു ഒട്ടിക്കണ്ടുള്ള എന്താ പറയുക, ഒരു വലിഞ്ഞണ്ടുള്ള അങ്ങനത്തെ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുക. പക്ഷെ ഇത് പപ്പടമോ കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.